അവസാനം നാളത്തെ എക്സാമിന് എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതേ ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. ഇനി ഡയറി എഴുതുന്ന സമയത്ത് ഒരു കുഞ്ഞു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ മക്കൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. വെറുതെ എഴുതലല്ല, കൃത്യമായിട്ടുള്ള ഒരു രീതി ഉണ്ട് അല്ലെ. ആ രീതിയാണ് ഇതേ നോക്കിക്കേ. ഒരു ബോക്സ് എന്തായാലും വരച്ചിട്ടുണ്ടാവണം. പിന്നെ എന്തൊക്കെ എഴുതണം? നമ്മൾ ഡേ എഴുതണം, ഏത് ഡേ ആണോ എന്നുള്ള കാര്യം എഴുതണം. പിന്നെ ഡേറ്റ് എഴുതിയിട്ടുണ്ടാവണം. പിന്നെ എന്ത് എഴുതണം? ടൈം എഴുതിയിട്ടുണ്ടാവണം. ഈ 3 ആൾക്കാരും നിർബന്ധമാണ്. നമുക്ക് എന്താണ് ഗുഡ്ലിയുടെ ഡയറി ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നിമ്മിയുടെ ഡയറി ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ ആരുടെ ഡയറി ചോദിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ നോക്കുക, ആജ് കാ ദിൻ അച്ഛാ था, അല്ലെങ്കിൽ നോക്കുക ആജ് एक अच्छा दिन था, ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നു. ആജ് एक बुरा दिन था, ഇന്നൊരു ബാഡ് ഡേ ആയിരുന്നു. അപ്പൊ കഥാപാത്രത്തിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യുന്നു? ഗുഡ് ഡേയും ബാഡ് ഡേയും ആക്കി മാറ്റുന്നു. നമ്മുടെ കഥാപാത്രത്തിന് എന്തായാലും ബാഡ് ഡേ വന്നിട്ട് നമ്മൾ എഴുതിയിട്ടില്ല, ഗുഡ് ഡേ തന്നെയായിരിക്കും. അപ്പൊ മക്കള് ഈ ഒരു സെന്റൻസ് പഠിച്ചു വെച്ചാലും മതി. എന്നിട്ട് നമ്മുടെ കഥാപാത്രത്തിന് ഉണ്ടായ കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതി വെക്കുക. ഇപ്പൊ ഗുഡ്ലിയുടെ ആണെങ്കിൽ എന്താണ്? ഗുഡ്ലി അന്നുണ്ടായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഇവിടെ എഴുതി വെക്കുന്നു. നമ്മൾ പറയും നമ്മുടെ ഡയറി. അപ്പൊ പക്ഷെ ഫോർമാറ്റെങ്കിലും മക്കൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം, ഹിന്ദി അറിയാത്ത ആൾക്കാർ കേട്ടോ. ലാസ്റ്റ് നമ്മൾ എങ്ങനെ കൺക്ലൂഡ് ചെയ്യും നോക്കിക്കേ. ആജ് കാ ദിൻ ഭൂൽ നഹി സക്ത, ഇന്നത്തെ ദിവസം മറക്കാൻ സാധിക്കില്ല എന്ന് പറയും. ഭൂൽ നഹി സക്ത എന്ന് വെച്ചാൽ മറക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് താഴത്തെ എന്ത് ചെയ്യുന്നു? നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. നടുവിൽ കഥ എഴുതുന്നു, താഴെ കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഡയറിയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ബോക്സ് ഒക്കെ വരച്ച് വൃത്തിക്ക് എഴുതി വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഡയറി ആവത്തുള്ളൂ, മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നാളത്തെ എക്സാം നന്നായിട്ട് എഴുതാം. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.